ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് മയറ ബർത്ത്ഡേ ഹേ ഗൈസ്. ഞാൻ ജനിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഈ സ്ത്രീ എന്നെ ജനിപ്പിച്ചിട്ട് ഈ സ്ത്രീ എൻ്റെ അമ്മയായിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മ എന്നെ ജനിപ്പിച്ചിട്ട് ഇതിന്റെ ബാക്കിലുണ്ടായിരുന്നു. ജനിപ്പിച്ചിട്ട് 32 വർഷമായി. എന്ത് തോന്നുന്നു? എൻ്റെ 32ാമത്തെ വർഷം നിനക്ക് എന്ത് തോന്നുന്നു? വളരെ അടിപൊളിയായിട്ട് തോന്നുന്നു. നമ്മുടെ 32ാമത്തെ ബർത്ത്ഡേ ആണ് അടിപൊളി. എന്താ ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ, കാരണം നമ്മളുടെ രുദ്രപ്പൻ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ലണ്ടൻ്റെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇന്ന് നമ്മളും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് ഞങ്ങളും ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയും കയറിയിട്ടില്ല. അതായത് ലണ്ടൻ എക്വേറിയം, സീ ലൈഫ് എക്വേറിയം ഉണ്ട്, പിന്നെ ലണ്ടൻ ഐ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഞാൻ കൊണ്ടുപോകാം. നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ലണ്ടൻ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. അപ്പം ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഒരു റാപ്പ് കഴിച്ചിട്ട് നമ്മൾ അക്വേറിയത്തേക്ക് പോവാണ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എൻ്റെ ബർത്ത്ഡേ കുറേ മീനുകളെ കണ്ടിട്ട് തുടങ്ങാം ഐശ്വര്യമായിട്ടെന്ന് വിചാരിച്ചു. അമ്മ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതൊക്കെ മുന്നേ പറഞ്ഞു നോക്കാം. വെറുതെ ചുമ്മാ. നമ്മൾ അക്വേറിയത്തിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ബേബി പ്രാം ഉണ്ടായതുകൊണ്ട് ഇവിടെ ലിഫ്റ്റ് വഴിയാണ്, അല്ലെങ്കിൽ നമ്മൾ നടന്നാണ് പോകുന്നത്.
വെർച്വൽ റിയാലിറ്റിയിലേക്ക് പോവുകയാണ് ഗൈസ്. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ വെർച്വൽ റിയാലിറ്റി എന്നൊരു പറയുന്ന സംഭവം ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പല മാർഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. താങ്കൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അമ്മേനെ കയറ്റി വിട്ടിട്ടുണ്ട്. അതാ മേരെ മാതശ്രീ. അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെയാണ് സംഭവം. ഇത് ലണ്ടൻ എക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. സീ ലൈഫ് എക്വേറിയത്തിൽ തന്നെ. ഓക്കെ. കണ്ടിട്ടും തീരാത്തൊരു സാധനമാണ് ഈ സീ ലൈഫ് എക്വേറിയം എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കിണ്ണങ്കാച്ച ഒരു സംഭവം. അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടല്ലോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. വേർത്ത് ദ മണിയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ ലണ്ടൻ എക്വേറിയം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടോ താങ്കൾക്ക്? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ലണ്ടനായി കയറിയിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം. നമ്മള് ലണ്ടൻ ബീച്ച് കണ്ടോ? ലണ്ടനായി പോയോ? അക്വാറിയം കണ്ടോ? How was it? Kandu. It was good, mommy. Was it good? Yes, mommy. ഇപ്പൊ എങ്ങനെയാ നമ്മള് പോന്നെ ഉണ്ണി? എങ്ങട്ടാ പോണേന്നാണ്. എങ്ങട്ടാ പോന്നെ? ഉണ്ണിക്കൂത്തനെ എങ്ങോട്ടാ പോന്നെ? അങ്ങനെ വളരെ വിദഗ്ധമായി നമ്മൾ ഇന്ന് ലണ്ടൻ ഐയും കവർ ചെയ്തേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് ഇവനെ ഒന്ന് പാലൊക്കെ കുടിച്ച്, അതിന്റെ മുന്നേ പാലൊക്കെ കുടിക്കൽ ഇതിന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാർ പാർക്കിൽ വന്നപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് ഫ്രഷനപ്പ് ചെയ്ത് എന്താ പറയുക ഡൈപ്പറൊക്കെ മാറ്റി അങ്ങനെ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് ഇന്ന് തന്നെ എല്ലാം കവർ ചെയ്യണേന്ന്. അതൊന്ന് ഓഫ് ചെയ്ത്
കവർ ചെയ്യണേന്ന് വേറൊന്നുമല്ല. നെക്സ്റ്റ് മന്ത് നമുക്കൊരു കാര്യമുണ്ട്, അത് ഇപ്പം തന്നെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇറങ്ങിയ ആ ഒരു ഇറക്കത്തിൽ സംഭവങ്ങൾ അമ്മയ്ക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ലണ്ടൻ്റെ കാണിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ധൃതി പിടിച്ച പോലെ നമ്മൾ ഓടുകയാണ്. അങ്ങനെ ഓട്ടമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓടുക മീൻസ് അല്ല, എനിക്ക് ഓട്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ഓട്ടമായി ഇരുന്നില്ല. ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത 2 സ്ഥലത്ത് പോയിന്നേ ഉള്ളൂ, വേറെ നമ്മൾ എവിടെയും ഓടിയിട്ടൊന്നുമില്ല. അപ്പൊ ലണ്ടൻ എക്വേറിയം കേട്ടോ, എൻ്റെ ഫോണിൽ ചാർജും തീരും ഇപ്പം. എനിവേസ്, ലണ്ടൻ എക്വേറിയം ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയും. നല്ലൊരു ഓപ്ഷനാണ്. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 28 pounds ആണ്. അതായത് നിങ്ങൾ മുന്നേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ല ഇന്നോ നാളെയോ, അതായത് ഇന്ന് നമുക്ക് നാളത്തേക്കുള്ള ടിക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 32 pounds ആണ് ഓൺലൈൻ കാണിക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട്, സൈറ്റിലും പറയുന്നുണ്ട് ദാറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരികയായിരിക്കും നല്ലത്. കാരണം ഡയറക്റ്റ് പോയി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിരക്ക് കൂടുതലാണ്. ആ തിരക്കാണ് മെയിൻലി. ലൈൻ നിന്നൊക്കെ എടുത്തു വരുന്നതിനെക്കാട്ടിലും നല്ലത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാണ്. പിന്നെ കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ കോംബോ ഓഫറല്ല കോംബോ പാക്കേജാണ് എടുത്തത്. അതായത് ലണ്ടൻ ഐയിൽ കയറണതും അക്വേറിയത്തേക്ക് കയറണതും ഒരാൾക്ക് എത്ര പൗണ്ടാണ്? 49 pounds ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലേറെ കുറച്ച് പൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. അപ്പം നമ്മൾ അങ്ങനെ ഒരു പാക്കേജാണ് എടുത്തത്. ഇതല്ലാതെ ലണ്ടൻ ഐ, എക്വേറിയം, പിന്നെ നമ്മളുടെ ക്രൂസ്. ഇന്ന് ക്രൂസ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ക്രൂസ് 4:30 വരെ ഉള്ളൂ. അപ്പോൾ അത് നടന്നില്ല. ഞങ്ങളുടെ എക്വേറിയം പോയി വന്നപ്പോഴേക്കും 4:30 ആയി. അപ്പോൾ ക്രൂസും കൂടിയാണെങ്കിൽ 50 something ആണ്. ഇവിടെ ഒരാൾ എന്നെ വിളിച്ചു തുടങ്ങി. സോ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അക്വേറിയത്തിലും ആ എന്തായിരുന്നു VR അല്ലേ, വെർച്വൽ റിയാലിറ്റി, അതിന് 7 pound എക്സ്ട്രാ ആണ്. 2 പേർക്കാണെങ്കിൽ 12 pounds ആണ്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. VR നല്ലതാണ്. എനിവേസ്, നമുക്കിനി ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകാം. ഫൈനലി ടവർ ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലണ്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന സീനാണ് ടവർ ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു കാഴ്ച അമ്മേനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്രാവശ്യം അമ്മയ്ക്ക് ഒറ്റയ്ക്കാണ് ലണ്ടൻ വരാൻ പറ്റിയത്. ഇനി ഒരിക്കൽ 2 പേരും, അതായത് അച്ഛനെയും അമ്മേനെയും ഒരുമിച്ച് കൊണ്ടുവരണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് അമ്മയ്ക്ക് ഇവിടെ വരാൻ പറ്റി, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ, അത് എന്നെക്കൊണ്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ്. ആൻഡ് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മയ്ക്കും ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ് എന്ന് ഞാൻ കരുതുന്നു. അത്രേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. അതുകൊണ്ടാണ് ലണ്ടൻ നമ്മൾ ടവർ ബ്രിഡ്ജ് പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് അമ്മയ്ക്ക് ലണ്ടൻ എത്തി എന്നുള്ളൊരു ഫീൽ വന്നത് എന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷമായോ? ആ ഒരു ആഗ്രഹം നമ്മൾ നേടിയെടുത്തു. അതെ, കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴാണ് ശരിക്കും ലണ്ടൻ എത്തി എന്ന് നമ്മൾ അറിയുന്നത്, ഒരു ഫീൽ വന്നത്. ഈ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം 8% ഫോണിൽ ചാർജുള്ളൂ. നമ്മൾ നവരുചിയിൽ പോവാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാണ്, കുഞ്ചുവിൻ്റെ വക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാം. ഫോണിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടോ, അതുകൊണ്ട് തന്നെ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്: ചിക്കൻ ഫ്രൈ, മന്തി, പിന്നെ പാൽക്കപ്പ ബീഫ്, അപ്പം, പിന്നെ ഫിഷ് മോളി എന്തൊക്കെയായിരുന്നു. നമ്മുടെ ബേബി വാവ അവിടെ പാലൊക്കെ കുടിച്ച് സെറ്റാണ്. അപ്പോൾ എൻ്റെ 32nd ബർത്ത്ഡേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയി മാറി. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മുതൽ ഞാൻ വീഡിയോ